അമ്മ, എന്താടാ ഇപ്പോൾ ഒന്നുമില്ലേ? നേരത്തെ എന്തൊക്കെയായിരുന്നു? ഉം. അത് കേട്ടപ്പോൾ ഞാൻ ഒരു ചമ്മലോടെ മൂളുക മാത്രം ചെയ്തു. ഒരു നിമിഷം അമ്മ എന്നെ തന്നെ നോക്കി. പിന്നെ പെട്ടെന്ന് അമ്മ, ഉം, എന്താ ഇപ്പോൾ സന്തോഷ പ്രകടനമൊന്നും ഇല്ലാത്തത്? ഞാൻ അപ്പോഴും മൂളുക മാത്രം ചെയ്തു. അവർ വീണ്ടും പറഞ്ഞു, എന്നാ പ്രകടിപ്പിച്ചോ, സന്തോഷം പ്രകടിപ്പിച്ചോളൂ. നീ അവിടെ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു? വല്ലാത്ത സന്തോഷ പ്രകടനം തന്നെയായിരുന്നല്ലോ. ഇവിടെ ഇപ്പോൾ ഞാനും. എന്നാൽ പിന്നെ സന്തോഷം പ്രകടിപ്പിച്ചോളൂ. അവർ ഒരു കുറുമ്പോടെ അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അവരുടെ നേരെ തിരിഞ്ഞു. പിന്നെ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ തിരിച്ച് അവരും. ഇപ്പോൾ തൊട്ടടുത്തായിട്ടാണ്. പിന്നെ പതിവ് പോലെ അവ എന്നിലേക്ക് ചേർന്നു നിന്നു. അത്രയുമായപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ ഉറക്കമുണർന്ന് എണീറ്റു. അത് അവരിലേക്ക് ചേർന്ന് നിന്നു. പക്ഷേ ആ കാര്യം അവർ അറിഞ്ഞോ ഇല്ലയോ എന്ന കാര്യം എനിക്കുറപ്പില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ അവരോട് താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു, അമ്മേ, അമ്മ എന്ന് മുതലാണ് പാദസരമിടാൻ തുടങ്ങിയേ? അത് കേട്ടപ്പോൾ അവർ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അതോ ഇന്നുച്ചേക്കാ മോനെ, ഞാൻ ടി വിയിലൊരു സിനിമ കണ്ടായിരുന്നു. അതിലെ നായിക പുതിയ പാദസരം വാങ്ങിയിടുന്നതും അതിട്ടുകൊണ്ട് നടക്കുന്നതും കണ്ടപ്പോൾ എനിക്കും അതിട്ട് നടക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങി ഇട്ടതാ ഞാൻ. ഓഹോ, അത് ശരി, അങ്ങനെയാണല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാൻ അമ്മ കാര്യം തിരക്കി. എന്താ മോനെ? ഞാൻ കൊലുസിടുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ ഇഷ്ടമല്ലാതെ. അമ്മ പണ്ട് കൊലുസിട്ട് സൗണ്ട് ഉണ്ടാക്കി നടക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നു. ആ വെളുത്ത ഭംഗിയുള്ള കാലുകളിൽ വെള്ളിക്കൊലുസ് കിടക്കുന്നത് കാണാൻ വല്ലാത്ത ഒരിതായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് മഴ പെയ്ത് മുറ്റത്ത് വെള്ളം കിടക്കുമ്പോൾ ചെരുപ്പിടാതെ മാക്സി മുട്ട വരെ പൊക്കിപ്പിടിച്ച് കാലിൽ തിളങ്ങി നിൽക്കുന്ന വെള്ളിക്കൊലുസം കാണിച്ചുകൊണ്ട് നടക്കുന്നത് എന്ത് രസമായിരുന്നെന്നോ. അന്നൊക്കെ കാണാൻ വല്ലാത്ത സുന്ദരിയായിരുന്നു. ഇപ്പോഴും പ്രായം കൂടിയെന്നതല്ലാതെ സൗന്ദര്യത്തിന് ഒരു മാറ്റവുമില്ലാട്ടോ. അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷവും ചിരിയും ഒന്ന് കാണേണ്ടതായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരോടൊക്കെ ആരെങ്കിലും നീ കാണാൻ വല്ലാത്ത സൗന്ദര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് വല്ലാത്ത സന്തോഷവും നാണവും പുഞ്ചിരിയുമൊക്കെ വരും. അത് എത്ര പ്രായമുള്ളവരോടാണെങ്കിലും. അല്ല, ആണുങ്ങളുടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അവർ കണ്ണടച്ചുകൊണ്ട് പല്ല് കാണിക്കാതെ ചിരിച്ചു. ഞാൻ ചിരിക്കുകയൊന്നും വേണ്ട, ഞാൻ കാര്യം പറഞ്ഞതാ. ഞാനത് പറഞ്ഞപ്പോൾ അവർ മുഖത്തെ ചിരിയെല്ലാം മായ്ച്ചു കളഞ്ഞ് എന്നോട് ചോദിച്ചു, പിന്നെ നീ എന്തിനാ ഞാൻ കൊലുസിട്ട കാര്യം ചോദിച്ചേ? അതിന് ഞാൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അത് അമ്മ ഈ കഴിഞ്ഞ വർഷങ്ങളായി കൊലുസിടാറില്ലല്ലോ. അപ്പോൾ അമ്മ അതുമിട്ടുകൊണ്ട് രാത്രി നടന്നു വന്നപ്പോൾ വല്ല പ്രേതമോ ആത്മാവോ ആണെന്ന് വിചാരിച്ചു. ഞാൻ പേടിച്ചു പോയി. അതും ആ കൊലുസിൻ്റെ ഒച്ച ഒരിക്കൽ കേട്ടാൽ പിന്നെ കേൾക്കില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞാലേ കേൾക്കുന്നുള്ളൂ. പിന്നെ വാതിലിൽ അമ്മയുടെ നീളം കൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നി. ഞാൻ പുതച്ചു മൂടി കിടന്നു. അതാ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ച്. അത് കേട്ടപ്പോൾ അമ്മ പൊട്ടിച്ചിരിച്ചു. പിന്നെ എന്നോട് വാത്സല്യ രൂപത്തിൽ പറഞ്ഞു, മോൻ എൻ്റെ അടുത്തേക്ക് വന്ന പോലെ വരാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ശബ്ദമുണ്ടാക്കി വന്നപ്പോൾ മോൻ പേടിച്ചോ? സാരമില്ലാട്ടോ, മോൻ ഇങ്ങോട്ട് ചേർന്ന് പുതപ്പ് മൂടി പുതച്ചോളൂ. അതും പറഞ്ഞ് അവർ എന്നെ കൂടുതൽ ചേർത്തു. പിന്നെ കവിളിൽ, അപ്പോൾ മറ്റേ കവിളും കാണിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെ
തന്നു. പിന്നെ പിന്നെ വീണ്ടും ചേർന്നു. എന്നെ തന്നെ നോക്കി. ഞാൻ മുഖത്തേക്ക് നോക്കി തന്നെ. അങ്ങനെ എൻ്റെ നോട്ടത്തിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ മാറി മാറി സഞ്ചരിച്ചു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് അവയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിൽ നിന്നും സെൻറ്റിമീറ്ററിൻ്റെ അകലം മാത്രമുള്ള ആ പുഞ്ചിരിയിലേക്ക് തന്നെ എൻ്റെ മീവെട്ടം ചെന്നു നിന്നു. എൻ്റെ ശ്രദ്ധ മനസ്സിലാക്കി അവർ എന്നോട് ചോദിച്ചു, എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. അമ്മ കാര്യമറിയാനായി എന്നോട് വീണ്ടും ചോദിച്ചു. അല്ല, എന്തോ ഉണ്ട്. നിന്റെ കണ്ണുകൾ അത് പറയുന്നുണ്ട്. എനിക്ക് പറയണമെന്നുണ്ട്. എങ്കിലും അമ്മയ്ക്ക് മനസ്സിലായി എന്നുള്ള സ്ഥിതിക്ക് അമ്മ തന്നെ പറഞ്ഞോട്ടെ എന്ന മട്ടിൽ ഞാൻ പറഞ്ഞു, അത് അമ്മേ. പിന്നെ അമ്മ അത് പറയാൻ തുടങ്ങി. മോന് അത് തരണം എന്നാണോ? തരുന്നെങ്കിൽ തന്നോളൂ. അമ്മ ദേഷ്യത്തിലല്ല അത് പറഞ്ഞത്, സ്നേഹത്തോടെ തന്നെയാ എന്നെനിക്ക് മനസ്സിലായി. എങ്കിലും ഇനി അങ്ങനെ കാട്ടിയാൽ വീണ്ടും പിണങ്ങുമോ എന്ന് കരുതി ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ ചെറിയ വിഷമഭാവത്തിൽ ഞാൻ ചോദിച്ചു, അതിന് ഞാൻ തരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അത് കേട്ടപ്പോൾ അമ്മ സാധാരണ പോലെ എനിക്ക് ഉത്തരം നൽകി. ഞാൻ പറഞ്ഞു, നിന്നോട് എനിക്ക് ഇഷ്ടമല്ല എന്ന്. എനിക്കൊരു കുഴപ്പവുമില്ല, നീ തന്നോളൂ, നല്ല കാര്യമല്ലേ? ഞാൻ ഉടനെ അവരോട് ചോദിച്ചു, അപ്പോൾ അമ്മ മുൻപ് പറഞ്ഞതല്ലേ? നിന്നോടാരെ പറഞ്ഞേ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന്? എനിക്ക് ഇതൊന്നും ഇഷ്ടമേ അല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ് തർക്കിച്ചിട്ടില്ലേ? അത് കേട്ടപ്പോൾ അമ്മ തുടർന്നു, എടാ, അത് ഞാൻ അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയേ. എന്നാലും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലല്ലോ നീ തരുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമല്ലെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഒരു ചിരിയോടെ ചോദിച്ചു, അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്താ തോന്നുന്നേ? ഇപ്പോൾ ഞാൻ തരുന്നത് ഇഷ്ടമാണെന്നാണോ? അമ്മയ്ക്ക് അതിൽ ഒരു കുഴപ്പവുമില്ലെന്നാണോ? അമ്മ അതിനുത്തരമായി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഞാൻ അവസാനമായി ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു, ഇനി തന്നു കഴിഞ്ഞാൽ അമ്മ വീണ്ടും പഴയതുപോലെ മൗനത്തിലാകുമോ? അത് കേട്ട് അമ്മ എന്നെ നോക്കി കണ്ണുരുട്ടി. പിന്നെ ഒരു കുറുമ്പോടെ പറഞ്ഞു, ശരി, നിനക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നീ നേരത്തെ വന്ന് അവിടെ വന്നിട്ട് കുറേ കാട്ടിയല്ലോ, തന്നല്ലോ. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കുറേ കൂട്ടം കാണിക്കാം, നിനക്ക് തരാം. അപ്പോൾ നിനക്ക് വിശ്വാസമാകുമല്ലോ, അല്ലേ? അത് കേട്ട് ഞാൻ അമ്പരപ്പോടെ അങ്ങനെ നോക്കി നിന്നു. വേറൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അവരുടെ അടുത്ത നീക്കം. ആ സമയം ഞാനൊന്ന് ദീർഘശ്വാസം എടുത്ത് വിട്ടു. അപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് ചേർന്നു. അതിനിടയിൽ അവർ എൻ്റെ കണ്ണിലേക്ക് നോക്കി. ഞാൻ തിരിച്ചു നോക്കിയതും കണ്ണുകൾ താനെ അടയുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ പിണക്കേണ്ട എന്ന് കരുതിയല്ല ഇത് തന്നത്. അവർക്ക് സ്വയം താല്പര്യം തോന്നിയിട്ട് എനിക്ക് അത് നൽകിയതാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് കണ്ടിട്ടാണോ എന്നറിയില്ല, ഞാനും പതിയെ തനിയെ കണ്ണുകൾ അടച്ചുപോയി. പിന്നെ തുറക്കാനേ തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത് മാത്രമാണല്ലോ ഉള്ളത്, അല്ലാതെ വേറൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ ഞാൻ പതിയെ തുറന്നു. അപ്പോൾ അവരും തുറന്നു.
പിന്നത്തെ കാര്യം ഒരു വല്ലാത്ത ഇതായിരുന്നു.